1000 rupees താഴെ നിങ്ങളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കമ്പനിയുടെ പേര് മിവി എന്നാണ്. ഏകദേശം 6 വർഷമായിട്ടുള്ള ഒരു കമ്പനിയാണ്. സോ ഈ കമ്പനിയുടെ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു സ്പീക്കറാണ് മിവി പ്ലേ ബ്ലൂടൂത്ത് സ്പീക്കർ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും 799 മാത്രമുള്ളൂ ഈ ഒരു സ്പീക്കറിന്. അതുപോലെ തന്നെ ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഈ സ്പീക്കർ വളരെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മിവി എന്ന ബ്രാൻഡ് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. സോ ഇവരുടെ മറ്റ് പ്രൊഡക്ട്സും എല്ലാവരും ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് സ്പീക്കർ സൈഡ് ആയാലും അതുപോലെ ഹെഡ്സെറ്റ് സൈഡ് ആയാലും ഇവർ ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ കൊടുക്കണം. ഇവരുടെ കമ്പനി വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 799 ഇത്രയേറെ സൗണ്ട് ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നൽകുന്നത്. മിവി പ്ലേ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ സ്പെസിഫിക്കേഷൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. 1000 mAh ഒരു ബാറ്ററിയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 12 hours പ്ലേ ബാക്ക് ടൈം, അറ്റ്ലീസ്റ്റ് അറൗണ്ട് 5 hours ബാറ്ററി നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ ഡ്യുവൽ ഓഡിയോ സ്പീക്കറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇത് 2 സ്പീക്കർ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ഡ്യുവൽ സ്റ്റീരിയോ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ IPX4 സ്പ്ലാഷ് പ്രൂഫ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചീപ്പ് പ്ലാസ്റ്റിക് ഫിനിഷ് ആണെങ്കിലും നല്ലൊരു പ്രീമിയം മാറ്റ് ഫിനിഷ് ഈ ഒരു സ്പീക്കർ നൽകുന്നുണ്ട്. ബ്ലൂടൂത്തിൻ്റെ 5.0 ആണ് ഇതിൽ കണക്ടിവിറ്റി സപ്പോർട്ടോടുകൂടി വരുന്നത്. പിന്നെ ചാർജിങ് ചെയ്യാനുള്ള പോർട്ട് USB Type-C അല്ല, നോർമൽ USB ആണ്. അതേപോലെ തന്നെ ഓക്സിലറി സപ്പോർട്ടുണ്ട്. ഇതിൽ നെഗറ്റിവിറ്റി ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നെഗറ്റിവിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓൺലൈനായിട്ട് മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ കാർഡ് റീഡറും അതേപോലെ USB സപ്പോർട്ടില്ല. സോ ആ ഒരു സപ്പോർട്ട് നെഗറ്റീവായി തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ ഓൺലൈനായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പാട്ട് കേൾക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു നെഗറ്റീവ് ഇതൊന്നും തരാതില്ല. മറ്റ് സംഭവങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരു നെഗറ്റീവ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് സൈഡിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് തരാം. സോ ഇങ്ങനെയാണ് മിവി പ്ലേ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോക്സ് വരുന്നത്. ബോക്സിൻ്റെ ഉള്ളിൽ ആദ്യം നോക്കുകയാണെങ്കിൽ ഒരു വാറണ്ടി കാർഡും അതേപോലെ തന്നെ മിവിയുടെ ഒരു 1 year വാറണ്ടി പാക്ക് വരുന്നുണ്ട് രജിസ്ട്രേഷന്. പിന്നെ അതുപോലെ തന്നെ USB ചാർജിങ് കേബിളും അതേപോലെ തന്നെ ഒരു ഓക്സിലറി കേബിളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് മിവിയുടെ പ്ലേ ബ്ലൂടൂത്ത് സ്പീക്കർ. അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ളൊരു സ്പീക്കർ തന്നെയാണ്. അത്യാവശ്യം കംഫർട്ട് തരുന്നൊരു സ്പീക്കറാണ്. കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു സ്പീക്കറാണ്. ഇതിൻ്റെ കീ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു പ്ലേ ബട്ടണും അതേപോലെ തന്നെ ഒരു ഓൺ ബട്ടണും ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ഓക്സിലറി കേബിൾ കണക്ട് ചെയ്യാവുന്നു. അതേപോലെ തന്നെ ചാർജിങ്ങിനുള്ളൊരു പോർട്ടാണ്. നിങ്ങൾക്കിത് ചാർജിങ്ങിനുള്ള പോർട്ട് കാണാം. USB നോർമലാണ് ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടത്. ഫാസ്റ്റ് ചാർജിങ് അല്ല, നോർമൽ ചാർജിങ് ആണ്. പിന്നെ ഇവിടെ ഒരു വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ആൾറെഡി ഞാൻ ബ്ലൂടൂത്ത് മോഡിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആൾറെഡി ഞാനൊരു ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് കണക്ട് ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സോ ഇത്രയൊക്കെയാണ് മിവി പ്ലേ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 799 എന്ന പ്രൈസ് റേഞ്ചിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ്. നമ്മൾ വാങ്ങുന്ന ക്യാഷിന് വർത്തായിട്ടുള്ള ഒരു സ്പീക്കർ തന്നെയാണ്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഈ ഒരു സ്പീക്കറിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിത് മേടിച്ച ഫ്ലിപ്കാർട്ടിലാണ്. രണ്ടിലും ഒരേ പ്രൈസ് തന്നെയാണ്. സോ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ അതുപോലെ തന്നെ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ, താങ്ക് യു.